സുകുമാരൻ സംവിധാനത്തിൽ മോഹൻലാൽ സ്റ്റീഫൻ നെടുമ്പള്ളിയായി തകർത്തഭിനയിച്ച സിനിമയായിരുന്നു ലൂസിഫർ. ബോക്സ് ഓഫീസിൽ വൻ വിജയം കാഴ്ചവെച്ച ലൂസിഫറിൽ മോഹൻലാൽ, മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, ഇന്ദ്രജിത്ത്, വിവേക് ഒബ്രോയ്, സായി കുമാർ, ഷാജോൺ തുടങ്ങി വമ്പൻ താരനിരയാണ് അണിനിരന്നത്. മുരളി ഗോപിയുടേതാണ് തിരക്കഥ. ഇപ്പോഴത്തെ ലൂസിഫർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ സിനിമ എന്ന ഖ്യാതിയുള്ള എമ്പുരാൻ ചിത്രീകരണം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. 2000 ജൂനിയർ ആർട്ടിസ്റ്റുകൾ പങ്കെടുത്ത സിനിമയിലെ ഏറ്റവും വലിയ രംഗങ്ങളിലൊന്നാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഷൂട്ട് ചെയ്തത്. സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ, മണ്ണാമുല്ല കൺകോഡിയ സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു ലൊക്കേഷൻ. മഞ്ജു വാര്യർ, നന്ദു, സായി കുമാർ, സുരാജ് വെഞ്ഞാറമൂട്, ബൈജു എന്നിവരുൾപ്പെടുന്ന രംഗമാണ് ചിത്രീകരിച്ചത്. ചിത്രത്തിന്റെ സെറ്റിൽ നിന്നുള്ള ലീക്ക്ഡ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാവുകയാണ്. സെറ്റിൽ നിന്നും ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് നിർദ്ദേശം നൽകുന്ന പൃഥ്വി വീഡിയോയിൽ കാണാം. ആക്ഷൻ പറയുമ്പോൾ പറഞ്ഞു തന്നതുപോലെ ചെയ്യണമെന്നും നല്ല എനർജി വേണമെന്നുമാണ് പൃഥ്വി പറയുന്നത്. പൃഥ്വിക്കൊപ്പം വെള്ള സാരി ഉടുത്ത് നിൽക്കുന്ന മഞ്ജുവിനെയും വീഡിയോയിൽ കാണാം. ആയിരക്കണക്കിന് ആളുകളുള്ള ദൈർഘ്യമേറിയ ഒരുപാട് രംഗങ്ങൾ എമ്പുരാനിലുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇന്ന് തിരുവനന്തപുരത്തെ ഷെഡ്യൂൾ അവസാനിക്കും. അതിനുശേഷം കൊച്ചിയിലാകും അടുത്ത ഘട്ട ചിത്രീകരണം. പിന്നീടുള്ള ഷൂട്ട് ഗുജറാത്തിലാണ്. ഒരു ഷെഡ്യൂൾ കൂടി തിരുവനന്തപുരത്ത് ബാക്കിയുണ്ട്. 150 കോടി രൂപയാണ് സിനിമയുടെ ആദ്യം പ്രഖ്യാപിച്ച ബഡ്ജറ്റെങ്കിലും അതും കടന്നു പോകുമെന്നാണ് റിപ്പോർട്ടുകൾ. ആശീർവാദ് സിനിമാസിന് വേണ്ടി ആന്റണി പെരുമ്പാവൂരും ഒപ്പം രാജ്യത്തെ പ്രമുഖ നിർമ്മാതാക്കളായ ലേക്കയ്ക്കും ചേർന്നാണ് സിനിമയ്ക്കായി പണം മുടക്കുന്നത്. മുരളി ഗോപിയാണ് കഥയും തിരക്കഥയും. മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, ഇന്ദ്രജിത്ത് സുകുമാരൻ, സായി കുമാർ, ബൈജു സന്തോഷ്, സാനിയ അയ്യപ്പൻ, സച്ചിൻ ഖേദേക്കർ എന്നിവരും ലൂസിഫറിലെ തുടർച്ചയായി തങ്ങളുടെ വേഷങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. മലയാള സിനിമ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് എമ്പുരാൻ. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധായകനായി അരങ്ങേറിയ ലൂസിഫർ എന്ന ആദ്യ ഭാഗം ഉണ്ടാക്കിയ തരംഗം തന്നെയാണ് അതിന് മുഖ്യ കാരണം. പതിവ് മാസ് സിനിമകളിൽ നിന്നും വിപരീതമായി ഒരു പുതിയ ഭാവമായിരുന്നു ലൂസിഫറിനുണ്ടായിരുന്നത്. മലയാളത്തിലെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ലൂസിഫർ.